നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കിയിട്ട് നിങ്ങളുടെ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ്ങിന് വേണ്ടിയിട്ടോ ഒരു ലക്ഷറി വെഡിങ്ങിന് വേണ്ടിയിട്ടോ ഒരു പ്ലാനറെ ചൂസ് ചെയ്യുകയാണെങ്കിൽ വെഡിങ്ങിന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് അതായിരിക്കും. കാരണം ഇൻസ്റ്റാഗ്രാമിൽ എപ്പോഴും ഏത് പ്ലാനറെ ആണെങ്കിലും ഏത് ഡെക്കറേറ്ററെ ആണെങ്കിലും അവരുടെ ബെസ്റ്റ് ഇമേജസ് അല്ലെങ്കിൽ ഫോട്ടോസ് മാത്രമായിരിക്കും അവിടെ ഉണ്ടാവുക. പക്ഷേ അവിടെ വന്ന ഓവറോൾ ഗസ്റ്റിനുള്ള എക്സ്പീരിയൻസ് എന്താണ്, ആസ് എ ക്ലയൻറ്റ് നിങ്ങൾക്കുണ്ടായിരുന്ന എക്സ്പീരിയൻസ് എന്താണ്, അവർ ക്രൈസിസ് എങ്ങനെ മാനേജ് ചെയ്തു, അവർ ചെയ്ത വർക്കിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടായിരുന്നു, എത്രത്തോളം ഫിനിഷിംഗ് ഉണ്ടായിരുന്നു, ഇവ കാര്യങ്ങളൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ അസസ് ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പം നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒരാളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തതിനു ശേഷം അവരോട് അവരുടെ എക്സ്പീരിയൻസുകൾ സംസാരിക്കണം. ഫോർ എക്സാമ്പിൾ നല്ലൊരു പ്ലാനർ ആണെങ്കിൽ അവരെങ്ങനെ ക്രൈസിസിനെ മാനേജ് ചെയ്യുന്നു, അവരെങ്ങനെ നിങ്ങൾക്ക് പ്രോ ആക്റ്റീവായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, എങ്ങനെ പ്രശ്നങ്ങൾ വരാൻ നോക്കുന്നു എന്നുള്ളതെല്ലാം വളരെ ഇമ്പോർട്ടൻറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ചെയ്തേക്കുന്ന ഈ ഗ്രാൻഡ് സെറ്റപ്പ് മൊത്തം നമ്മൾ സീലിംഗ് ഉൾപ്പെടെ ചെയ്ത് ഹോളിൻ്റെ ട്രാൻസ്ഫോർമേഷനാണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഈ ഹോൾ ട്രാൻസ്ഫോർമേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ശരി, ട്രസ്സിൻ്റെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ശരി, സീലിംഗിലുള്ള എലമെൻസുകൾ എന്തൊക്കെ വേണം ഡിസൈൻ ചെയ്യുന്നു, ഇതെല്ലാം നല്ലൊരു എക്സ്പീരിയൻസ് പ്ലാനർക്ക് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നമ്മൾ 3D കാണിക്കാൻ വളരെ എളുപ്പമായിരിക്കും, പക്ഷേ ഇത് ആക്ച്വൽ റിയൽ കേസിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ മുന്നിൽ കാണാത്ത ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് കാര്യങ്ങളും ഇതിനകത്തുണ്ടാവും. അതെല്ലാം ആ സമയത്ത് മാത്രമാണ് അവർ ഐഡന്റിഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതൊക്കെ സോൾവ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടും വരും. എന്താണ് റിസൾട്ട്, നിങ്ങളുടെ വെഡിങ്ങിന് അന്ന് മൊത്തത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളെല്ലാം പലതും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങൾ ഇൻസ്റ്റാഗ്രാം മാത്രം നോക്കിയിട്ട് ഒരു പ്ലാനറെ ചൂസ് ചെയ്യില്ല. അവരുടെ എക്സ്പീരിയൻസും പ്രീവിയസ് വർക്കും അവർ എത്രത്തോളം വോളിയം ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് എന്നുള്ള എല്ലാം കൺസിഡർ ചെയ്തിട്ട് മാത്രമേ ഒരു ലക്ഷറി വെഡിങ് പ്ലാനറെ നിങ്ങൾ ചൂസ് ചെയ്യാവൂ.